ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച ദിവസം പരിശീലനവുമായി നാഷണൽ ഹെൽത്ത് മിഷൻ എല്ലാ ആശാ വർക്കർമാരെയും പങ്കെടുപ്പിക്കണമെന്നും പരിപാടിക്ക് ശേഷം ഹാജർ നില അയക്കാനും ഉത്തരവിൽ നിർദ്ദേശം ലഭിച്ചത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ആശമാർക്ക്. കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. എന്തായാലും ഈ ഒരു കേന്ദ്ര നിർദ്ദേശം ആശാ വർക്കർമാരുടെ ആ ഒരു ഉപരോധത്തിന് തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ്. ഹാൻസ്, ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ആ ഒരു വിജ്ഞാപനം അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ്? ആണ് ഇപ്പോൾ ഒരു നിർദ്ദേശവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് ഈ വരുന്ന തിങ്കളാഴ്ച അഥവാ മാർച്ച് 17-ന് ആശമാർക്ക് ഒരു പരിശീലനമുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലെ ആശമാർ രാവിലെയും ഉച്ചയ്ക്കുമായി ഈ പരിശീലനത്തിൽ പങ്കെടുക്കണമെന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഒരു വാട്സാപ്പ് സന്ദേശം മാത്രമാണ് അയച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലും നിർദ്ദേശം വരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആശമാർ തങ്ങളുടെ സമരത്തിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ മാർച്ച് 17-ന് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരമൊരു നീക്കവുമായി നാഷണൽ ഹെൽത്ത് മിഷനും സർക്കാർ. ശരി ഹാൻസ്, ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച ദിവസം പരിശീലനവുമായി നാഷണൽ ഹെൽത്ത് മിഷൻ എല്ലാ ആശാ വർക്കർമാരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉത്തരവിൽ നിർദ്ദേശം നൽകുന്നുണ്ട്.